പ്രദീപും നരനുമായിരുന്നു അത്. പ്രദീപിനെ കണ്ടതും അന്നത്തെ അവന്റെ സ്പർശനത്തിന്റെ അസ്വസ്ഥത ചാരുവിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഹേയ്, വാട്സ്ആപ്പ്. അവരെ കണ്ടതും വരദ ഓടിപ്പോയി അവരുടെ കയ്യിലടിച്ചു. എല്ലാവരും കൂടെ എൻഗേജ്മെന്റ് പർച്ചേസിന് ഇറങ്ങിയതാവും അല്ലേ? ദേവ് പറഞ്ഞിരുന്നു എല്ലാം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അവൾ ലഭ്യതയോടെ പറഞ്ഞു. ആ അതെ, 3-4 കൊല്ലം പ്രണയിച്ച് നടന്നിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ. പ്രദീപ് അവളുടെ തലക്കിട്ടൊന്നു കൊടുത്തു. മക്കളെ, നിങ്ങളുണ്ടാവില്ലേ പരിപാടിക്ക്? രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കോണം. നോക്കാം ആന്റി, ഈ 2 ദിവസത്തെ എല്ലാ കാര്യങ്ങളും ദേവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നേ. രാവിലെ എത്താൻ പറ്റിയില്ലെങ്കിലും ചെക്കന് വീട്ടുകാരും വരുമ്പോ എന്തായാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. എന്റെ ഏട്ടത്തിയെ പരിചയപ്പെട്ടില്ലല്ലോ നിങ്ങള്? ഇതാണ് ഞങ്ങളുടെ സ്വന്തം ചാരു, സാരംഗി ആദിദേവ്. വരദ അവളെ ചേർത്ത് പിടിച്ചു. പ്രദീപിനെ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നെങ്കിലും വരദ അവളെ അവർക്ക് പരിചയപ്പെടുത്തുമ്പോ ചാരു അവരോട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹായ്, ഐ എം പ്രദീപ്. മുമ്പ് അവളെ കണ്ട ഭാവം പോലും നടിക്കാതെ അവൻ അവൾക്ക് നേരെ കൈനീട്ടി. പക്ഷേ ചാരു തിരിച്ച് കൈ കൊടുത്തില്ല. മോനെ, ഒന്നും തോന്നല്ലേ, നിങ്ങൾക്കറിയാലോ നമ്മുടെ സ്റ്റാറ്റസിന് ഒട്ടും യോജിക്കാത്ത ഒരാളെയാ ദേവ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതെന്ന്. അവൾക്ക് ഈ ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളുകളോടൊന്നും ഇടപഴകി ശീലമില്ല, അതാ ഇങ്ങനെ ബിംബം പോലെ നിൽക്കുന്നേ. സരോജിനി അവളെ ദേഷ്യത്തോടെ നോക്കി. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ പ്രദീപേട്ടാ, ചാരു ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന കുട്ടിയാ. അപ്പോ പെട്ടെന്ന് ഈ സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ വേണ്ടേ അത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ. ഷോ, ഞാൻ ഈ കൈ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ സാധാരണ ഒരാളെ പരിചയപ്പെടുത്തുമ്പോ ഷെയ്ക്കാൻഡ് കൊടുത്തല്ലേ റിയാക്ഷൻ അറിയിക്കണ്ടേ, അതുകൊണ്ട് കൈ നീട്ടിപ്പോയതാ. സാരംഗി എന്നല്ലേ പേര് പറഞ്ഞേ? സാരംഗി ഇപ്പൊ എന്റെ കൈ നിരസിച്ചതിൽ എനിക്കൊരു പരാതിയില്ല. ഇന്നിത് സ്വീകരിക്കാൻ തോന്നുവോ അന്ന് സ്വീകരിച്ചാ മതി. അവന്റെ അർത്ഥം വെച്ചുള്ള സംസാരവും ചാരുവിന് മനസ്സിലായി. അവളുടെ മുഖം മാറി. എന്ത്? അല്ല, എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നൊക്കെ പഠിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞതാ. അത് കഴിഞ്ഞാ പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോ നീ കൈ കൊടുക്കുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. നീ ഒന്നും മിണ്ടാതിരുന്നേ പ്രദീപേ. അവന്റെ ഉദ്ദേശം പൂർണ്ണമായും അറിയാവുന്ന നരൻ അവനെ വീണ്ടും സംസാരിക്കുന്നതിൽ നിന്നും വിലക്കി. ആതിര, എന്താ ഒന്നും മിണ്ടാത്തേ? ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ആതിരയോട് നരൻ ചോദിച്ചു. ഓ, അവളുടെ ഡിവോഴ്സിന് ശേഷം ആകെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് ഹോസ്പിറ്റലിലേക്കും കോടതിയിലേക്കും മാത്രമായിരുന്നു. ഇന്നിപ്പോ ഇവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചപ്പോ പോന്നതാ. മൂവ് ഓൺ ആതിര, മുമ്പോട്ടുള്ള ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക്. ഓ, ഉപദേശത്തിന് നന്ദി. ഇനി മേലെ ഇമ്മാതിരി ഉപദേശം കൊണ്ട് എന്റെ അടുത്ത് വന്നു പോരുത്. ആതിര അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവരുടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും അവരോട് യാത്ര പറഞ്ഞു പോയി. ഡാ, നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്? അവരെല്ലാം പോയി കഴിഞ്ഞ് അവിടെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നരനെ പ്രദീപ് തട്ടി വിളിച്ചു. ഞാൻ അവളെ ആ ചെറ്റയ്ക്ക് വിട്ടുകൊടുക്കേണ്ടിയിരുന്നില്ല അല്ലേ? മിണ്ടരുത് നീ. ആ പാവം അവന് മുന്നിൽ കഴുത്തി നീട്ടി കൊടുക്കുന്നതിന്റെ അവസാന നിമിഷം മുന്നേ വരെ നിന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ അവളെ സ്വീകരിക്കാൻ. അന്ന് അതിനെ അവഗണിച്ചിട്ടിപ്പോ അവൻ നിന്നെ സഹതാപം പറയുന്നു. എടാ, ഞാൻ എങ്ങനെയാടാ ഒറ്റ സുഹൃത്തിന്റെ പെങ്ങളെ കയറി പ്രേമിക്കുന്നേ? അവന്റെ പെങ്ങളെന്ന് പറയുമ്പോ നമ്മൾ ആ കണ്ണോടെ വേണ്ട അവളെ കാണാൻ. ഒന്ന് പോടാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞ അവൻ 2 കൈ നീട്ടി നിനക്ക് അവളെ നൽകും. അവൾ നിന്നോട് ഇഷ്ടമെന്ന് പറയുന്ന മുന്നേ തന്നെ നിനക്ക് അവളോട് പ്രണയം തോന്നിയിട്ടില്ലേ? അന്ന് കൂട്ടുകാരന്റെ പെങ്ങളാണെന്ന കാരണം കൊണ്ട് നീ അത് അവളോട് തുറന്നു പറഞ്ഞില്ല. പക്ഷേ അവൾ നിന്നോട് ഇങ്ങോട്ട് വന്ന് പ്രണയം തുറന്നു പറഞ്ഞപ്പോഴെങ്കിലും നിനക്കത് നിരസിക്കേണ്ടിയിരുന്നില്ല. ഇന്നൊരു പക്ഷെ ഞാൻ അവനോട് നിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമെന്ന് ചോദിച്ചാ അവൻ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യുമായിരിക്കും. പക്ഷേ അവൾ എന്നോട് പ്രണയം വന്ന് തുറന്നു പറഞ്ഞ സമയം എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമായിരുന്നു. നിനക്ക് അറിയാവുന്നതല്ലേ പ്രതിഭയെല്ലാം. ബിസിനസ്സിൽ ഒന്നും ഇടപെടാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്തുള്ള അച്ഛന്റെ മരണവും അതിനുശേഷം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കമ്പനി അടക്കേണ്ടി വന്നതും എല്ലാം നിനക്കറിയില്ലേ? അപ്പോഴാ അവൾ വന്ന് എന്നോട് ഇഷ്ടം പറയുന്നേ. അപ്പോ ഞാൻ അത് സ്വീകരിച്ച് പെങ്ങളെ കെട്ടിച്ചു തരാൻ ദേവനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവൻ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയേനെ. ആ, അതും ശരിയാണ്. അവർ അന്നും ഇന്നൊക്കെ ഒരേ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഇനി നിനക്ക് ഇതിനെക്കുറിച്ച് അവനോട് സംസാരിച്ചൂടെ? അവളെ മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നീ ഇപ്പോഴും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാത്തത്? ഇത് നമുക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും അവൻ നിന്റെ കല്യാണകാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ നീ ഇത് അവനോട് കൂടെ തുറന്നു പറയുക. എടാ, ഞാൻ ഒരുപാട് തവണ അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷേ അവൾ ഇതുപോലൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കാര്യം പ്രൊസീഡ് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു സംശയം. അവരുടെ ഒരു ബാഡ് സിറ്റുവേഷനെ മുതലെടുക്കുന്നത് പോലെ ആവില്ലേ? മാത്രമല്ല അവളുടെ ഉള്ളിൽ നിന്നോടുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ എന്നും എനിക്കറിയില്ലല്ലോ. എന്താ ചെറുക്ക, നിന്റെ പെങ്ങളെ എന്റെ കൂടെ ഒരു രാത്രിക്ക് അയക്കോ എന്നൊന്നല്ലല്ലോ നീ അവനോട് ചോദിക്കാൻ പോകുന്നേ? അവരുടെ സിറ്റുവേഷൻ മുതലെടുക്കുകയാണെന്ന് വിചാരിക്കാൻ. ഞാൻ എന്നൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും ആ പഴയ ഇഷ്ടം ഇപ്പൊ അവളോട് ഉണ്ടോ? അവളൊരു കല്യാണം കഴിച്ച് വേറൊരുത്തിന്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചതുകൊണ്ട് നിനക്ക് അവളെ വേണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഒരിക്കലും അല്ല. ഞാൻ അന്നും ഇന്നും പ്രണയിച്ചത് അവളുടെ ശരീരത്തെയല്ല, മനസ്സിനെയാണ്. അവളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഞാനുണ്ടെങ്കിൽ അവളെ പൂർണ്ണ ഇഷ്ടത്തോടെ എന്റെ ഹൃദയത്തിൽ ചേർക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാ നേരെ കാര്യം ചെയ്യാം. ദേവനോട് ഈ കാര്യം സംസാരിക്കുന്ന മുന്നേ ആരതി ഒന്ന് പോയി കാണ്. അതെ, അതന്നെയാ ഞാനും വിചാരിക്കുന്നേ. ദേവ് ഒന്ന് നിന്നേ. അന്ന് രാത്രിയിലെ ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പടികൾ കയറുന്ന ദേവിനെ പ്രഭാകരൻ വിളിച്ചു. എന്താച്ചാ? നാളത്തെ പരിപാടിയിലേക്ക് നീ ക്ഷണിക്കാനുള്ളവരെയൊക്കെ ക്ഷണിച്ചോ? ആ, വിളിച്ചല്ലോ. എല്ലാവരെയും വിളിച്ചെന്ന് ഉറപ്പാണോ? വീണ്ടുമുള്ള പ്രഭാകരന്റെ ആ ചോദ്യത്തിൽ ദേവ് കുറച്ചു സമയമൊന്ന് ആലോചിച്ചു. ചാരുമോളുടെ അച്ഛനെ നീ ക്ഷണിച്ചോ ദേവ്? ഇല്ല, അതിന്റെ ആവശ്യമുണ്ടോ അച്ഛാ? ഇത് നമ്മുടെ വീട്ടിലെ പരിപാടിയല്ലേ, അപ്പൊ പിന്നെ നമ്മുടെ ബന്ധുക്കാരും ഫ്രണ്ട്സും മാത്രം പോരെ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? ചാരുമോളുടെ കുടുംബക്കാരെന്താ നമ്മുടെ ബന്ധത്തിൽ പെടുന്നതല്ലേ? ആ ദരിദ്രവാസികളെ വിളിക്കാത്തതിന് നിങ്ങൾ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? നമ്മുടെ ആളുകളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊള്ളാത്ത അവരെ വിളിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നിർത്തടി. ഇനി മേലല കുട്ടിനെ കുറിച്ചോ അവരുടെ കുടുംബത്തെ കുറിച്ചോ നിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ വന്നാ ആ നാവ് ഞാൻ പിഴുതെടുക്കും. മനസ്സിലായോ? ഓഹോ, നിങ്ങൾക്ക് എന്നേക്കാ വലുത് ഇന്നലെ ഈ വീട്ടിലേക്ക് കയറുന്ന ആളാണല്ലേ? അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നല്ലേ? നീ എന്റെ ഭാര്യയാണ്, അവളെന്റെ മകളും. മറ്റൊരു വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന അവളെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മളാണ്. അല്ലാതെ എല്ലാം പണത്തിന്റെ അളവുകൾ കൊണ്ട് കളക്കുകയല്ല വേണ്ടത്. അവൾ നമ്മുടെ മകന്റെ ഭാര്യയാണ്. ഈ മാളികക്കൽ സാമ്രാജ്യത്തിന് അനന്തരാവകാശികളെ നൽകാൻ കഴിയുന്ന ഒരേ ഒരാൾ. ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. പ്രഭാകരന്റെ വാക്കുകൾക്ക് മുന്നിൽ സരോജിനിയുടെ തല താഴ്ന്നു. നീയുകൂടെ കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ കൃഷ്ണനെ വിളിച്ചപ്പോഴാ അയാൾ പറയുന്നത് ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടേ ഇല്ല എന്ന്. നീ അവരെ ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ വിളിച്ച് അവരോട് നാളെ നേരത്തെ തന്നെ വരാൻ പറയണം. അതാണ് അതിന്റെ മര്യാദ. എന്നേക്കാൾ അവരുമായി ബന്ധമുള്ളത് നിനക്കല്ലേ? ദേവാനുസരണയോടെ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി. അവൻ മുറിയിലെത്തുമ്പോ ചാരു അവൾക്ക് കിടക്കാൻ വേണ്ടി താഴെ ഷീറ്റ് വിരിക്കുകയായിരുന്നു. അവൻ മുറിയിലേക്ക് കയറി കതകടച്ചു. നിന്റെ അച്ഛന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. എന്റെ അച്ഛന്റെ നമ്പറോ? അതെന്തിനാ? കാര്യകാരണങ്ങളൊക്കെ ബോധിപ്പിച്ചാലേ നീ നമ്പർ തരികയുള്ളൂ. ഓ, ഇയാളിത്. ചാരു പല്ലെറുമ്പിയും. എന്താടി ഉണ്ടക്കാണി നോക്കുന്നേ? അവനെ തുറച്ചു നോക്കുന്ന അവളെ കണ്ട് ദേവ് ദേഷ്യം വന്ന് ചോദിച്ചു. അച്ഛന്റെ നമ്പർ എനിക്ക് കാണാതെ അറിയില്ല മിസ്റ്റർ. അതാ ചോദിച്ചത് എന്തിനാ നമ്പർ എന്ന്. ഹോ, നല്ല മോള്. സ്വന്തം അച്ഛന്റെ നമ്പർ കാണാതെ അറിയില്ലെന്ന് പറയാൻ നാണമുണ്ടോടി നിനക്ക്? ഓഹോ, എന്നാ ഇയാളുടെ അച്ഛന്റെ നമ്പർ ഒന്ന് കാണാതെ പറഞ്ഞേ. അത് ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ അത് സ്വയം ഒന്ന് വിലയിരുത്തണം കേട്ടോ. എന്നെപ്പോലെ ആണോട് നീ? എന്റെ ഈ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഓർത്തു വെക്കാനും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത നീ ഞാനുമായി നിന്നെ കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. താൻ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛന്റെ നമ്പർ എനിക്കറിയില്ല. ഓ പുല്ല്. ഇനിയിപ്പോ അയാളുടെ നമ്പർ അച്ഛനോട് തന്നെ പോയി ചോദിക്കേണ്ടി വരുമല്ലോ ഈശ്വര. ദേവ് പെറുപിറുത്തു. തുടരും.